കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. SBS ബ്രദറൻ പ്രാദേശിക സഭകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ സുവിശേഷ യോഗത്തിൻ്റെ മൂന്നാമത്തെ രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം ഈ ഉച്ചഭാഷണിയുടെ സഹായത്താൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യരായ നാട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹം അറിയിക്കുന്നു. ലൈവ് സ്ട്രീമിങ്ങിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇവിടെ നടക്കുന്ന ഈ സുവിശേഷ യോഗത്തിൽ ഇങ്ങനെ ഒരു എളിയ പങ്ക് വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരം നൽകി. അതിനായിട്ട് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും സ്ഥലസഭകളോടുമുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും പ്രാരംഭത്തിൽ തന്നെ അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ 2 രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ട ആലോചന കേൾക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഇന്ന് രാത്രിയിലും മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ഗാനങ്ങൾ കൺവെൻഷൻ കൊയറിലൂടെയും അതുപോലെ പ്രിയ സഹോദരൻ ബാബു ഓടനാവട്ടത്തിലൂടെയും കേൾക്കുവാനായിട്ട് ഇടയായല്ലോ. ഈ കൺവെൻഷനെ തുടർന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് സന്നിധരായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടായിരിക്കാം. ഇന്ന് രാത്രിയിലെ ദൈവവചന കേൾവി ചില പാപികൾ രക്ഷിക്കപ്പെടുവാൻ, പിന്മാറ്റക്കാർ യഥാസ്ഥാനപ്പെടുവാൻ, ദൈവമക്കൾ ദൈവവചനത്തിൽ കൂടുതലായി ഉറയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാകട്ടെ. ആ നിലയിൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സന്ദേശത്തിൻ്റെ ആധാരമായി ആ കുറിവാക്യം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 16-ാം വാക്യം നമുക്ക് തുടക്കത്തിൽ വായിച്ച് കേൾക്കാം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. റോമാലേഖനത്തിൽ നിന്ന് അനേക സന്ദേശങ്ങൾ നാം കേട്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നും 2-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് തന്നെ ചില ആത്മീയ ആലോചനകൾ അറിയിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. റോമാലേഖനം നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലന്റെ പ്രൗഢഗംഭീരമായ ഒരു ലേഖനമാണ്. റോമാലേഖനത്തെ നമുക്ക് 3 നിലയിൽ വിഭജിക്കുവാനായിട്ട് സാധിക്കും. 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ മനുഷ്യൻ ദൈവസന്നിധിയിൽ നീതിമാനാകുന്നത് എങ്ങനെ എന്നുള്ള വസ്തുതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേദശാസ്ത്രപരമായിട്ട് നമുക്കിങ്ങനെ പറയുവാൻ കഴിയും, രക്ഷയുടെ തത്വശാസ്ത്രം. 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രയേലിന് ചരിത്രത്തിലുള്ള സ്ഥാനം, ഈ കാര്യങ്ങളാണ് ആ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രയേലിൻ്റെ ചരിത്രത്തിൻ്റെ തത്വശാസ്ത്രം. 12 മുതൽ തുടർന്നുള്ള അധ്യായങ്ങളിൽ ക്രിസ്തീയ സ്വഭാവത്തിൻ്റെ പ്രായോഗിക വശങ്ങളാണ് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. റോമാലേഖനം കിടയറ്റ മികവുറ്റ ഒരു ലേഖനമാണ്. നമുക്കറിയാം, 15-ാം നൂറ്റാണ്ടിൽ അലയടിച്ചുയർന്ന നവീകരണം, അതിന് ആക്കം കൂട്ടിയത് ഈ റോമാലേഖനത്തിലുള്ള ചില വാക്യങ്ങളാണ്. നവീകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവായിരുന്ന മാർട്ടിൻ ലൂതറിനെ പോലുള്ളവരെ വളരെ സ്വാധീനിച്ച അനേക വാക്യങ്ങൾ ഈ റോമാലേഖനത്തിൽ ഉണ്ട്. ഈ റോമാലേഖനത്തിലെ പ്രമേയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതി എന്നുള്ളതാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള വസ്തുത. വിശ്വാസത്താലുള്ള നീതീകരണം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണം, ഈ വിഷയമാണ് ഇതിൻ്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ 14 ലേഖനങ്ങൾ നാം പരിശോധിച്ചാൽ ആദ്യത്തെ 9 ലേഖനങ്ങൾ, അതായത് റോമാലേഖനം മുതൽ തെസ്സലോനിക്ക ലേഖനം വരെ, അതിന് 2-ാം ലേഖനം വരെ 9 ലേഖനങ്ങളാണുള്ളത്. ആ 9 ലേഖനങ്ങൾ നാം പരിശോധിച്ചാൽ
7 സഭകൾക്കാണ് പൗലോസ് മുഖവരയായി അവിടെ എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. റോമാലേഖനത്തിൽ തന്നെ നാം ഈ വായിച്ച വാക്യത്തിൽ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, സുവിശേഷം എന്നുള്ള വാക്ക് 12 തവണ ആവർത്തിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. മാർട്ടിൻ ലൂതർ റോമാലേഖനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധമായ സുവിശേഷം എന്നുള്ളതാണ്. ഒരു പാപി എങ്ങനെ നീതിമാനായി തീരും, അതിനുള്ള വഴിയേത്, അതിനുള്ള മാർഗമേത്, ഇവ സവിസ്തരം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം. ഈ ലേഖനത്തിലെ ഒരു വാക്യമാണല്ലോ നാം വായിച്ചു കേട്ടത്. ഈ ലേഖനത്തിൽ നിന്നും പ്രത്യേകിച്ച് ഇതിൻ്റെ ആദ്യത്തെ 1-2 അധ്യായങ്ങളിൽ നിന്നുള്ള ആശയങ്ങളാണ് ഞാൻ പറയുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. 4 നിലയിൽ എൻ്റെ സന്ദേശത്തിന് അതിന് ഹെഡിങ് കൊടുക്കുവാൻ, തലക്കെട്ട് കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1, സുവിശേഷത്തെക്കുറിച്ചുള്ള പൗലോസിൻ്റെ വിശുദ്ധീകരണം. 2, സുവിശേഷവുമായി പൗലോസിനുണ്ടായിരുന്ന വ്യക്തിബന്ധം. 3, സുവിശേഷത്തിൻ്റെ വിശേഷത. 4, സുവിശേഷം മൂലം ഉള്ള വിധി. ഈ 4 കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്ന് രാത്രിയിൽ സന്ദേശം അറിയിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പൗലോസ് പറയുന്ന കാര്യം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. സുവിശേഷം എന്ന വാക്കിൻ്റെ ഗ്രീക്ക് പദം നമുക്കറിയാം, ഇവാങ്കലിയോൻ എന്നാണ്. അതിൻ്റെ അർത്ഥം നല്ല വാർത്ത, നല്ല വിശേഷം എന്നുള്ളതാണ്. സുവിശേഷം ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. സുവിശേഷത്തിൻ്റെ അന്തസത്ത, സാരാംശം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. സുവിശേഷത്തിൻ്റെ കേന്ദ്ര വിഷയം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. മാനവകുലത്തിൻ്റെ പാപപരിഹാരത്തിനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ പ്രായശ്ചിത്ത യാഗം, അതാണ് സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് അനന്യ സാധാരണമായ ദൈവകൃപയുടെ കലവറയാണ്. ഏത് ആശയറ്റവനും ആശ നൽകുന്നതാണ് സുവിശേഷം. സുവിശേഷം എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ അവിടെ നമുക്കറിയാം വലിയ മാറ്റങ്ങളാണ് നടന്നിട്ടുള്ളത്. നരഭോജികളെ നരസ്നേഹികളാക്കി തീർക്കുന്ന സുവിശേഷം. ആ സുവിശേഷത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വാക്കൂടെ ഞാൻ എടുത്തു പറയട്ടെ. മതങ്ങൾ നമുക്ക് നവീകരണം നൽകും, റിഫോർമേഷൻ നൽകും. എന്നാൽ സുവിശേഷത്തിന് മാത്രമേ ഒരു മനുഷ്യന് ട്രാൻസ്ഫോർമേഷൻ നൽകുവാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിക്ക് രൂപാന്തരം നൽകുവാനായിട്ട് സുവിശേഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മതങ്ങൾക്കും തത്വശാസ്ത്രത്തിനുമൊക്കെ നമ്മെ നവീകരിക്കുവാൻ, നമുക്ക് പുതുമ നൽകുവാനായിട്ട് സാധിച്ചുവെന്ന് വരാം. എന്നാൽ ഒരു വ്യക്തി ജീവിതത്തിൽ രൂപാന്തരം നൽകുവാൻ, പരിവർത്തനം നൽകുവാൻ സുവിശേഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഈ പ്രാരംഭ നിമിഷത്തിൽ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഞാൻ ഓർപ്പിച്ചതുപോലെ പൗലോസ് ഈ 1-ാം അധ്യായത്തിൽ സുവിശേഷത്തെക്കുറിച്ചൊരു വിശദീകരണമാണ് അതിൻ്റെ പ്രാരംഭ വാക്കുകളിൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. സുവിശേഷത്തെക്കുറിച്ചുള്ള വിശദീകരണത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ് പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകൻ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. മതി. അവിടെ ഒരു പദപ്രയോഗമുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച്
വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. സുവിശേഷത്തിന്റെ വിശദീകരണം, അതിന്റെ ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് സുവിശേഷം ഒരു പുതിയ ആശയമല്ല. പിന്നെയോ സുവിശേഷം വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാണ്. ഇത് ഏതെങ്കിലും മനുഷ്യന്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയമല്ല. പിന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന്റെ പദ്ധതിയിലുള്ള വിഷയമായിരുന്നു സുവിശേഷം എന്ന് പറയുന്നത്. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം നമുക്കറിയാമല്ലോ. ദൈവം പണ്ട് ഭാഗമായി വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രനിലൂടെ അതൊന്ന് നമുക്ക് അരുളി ചെയ്തിരിക്കുന്നു. സുവിശേഷം അത് ലോകസ്ഥാപനത്തിനു മുമ്പേ ദൈവത്തിന്റെ പദ്ധതിയിൽ ഉള്ളതായിരുന്നു എന്നുള്ള വസ്തുതയാണ് ഒന്നാമതായി പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്. അതിനോട് ചേർന്ന് നമുക്ക് ഒരു വാക്യോടെ വായിക്കാം. പൗലോസ് തന്നെ എഴുതിയിരിക്കുന്ന തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം. ആ വാക്യം വായിക്കുമ്പോൾ കുറച്ചുകൂടെ ആ കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ലഭിക്കും. 2 തിമോഥെയോസ് 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. അവിടെ നമ്മൾ വായിക്കുന്നത് സകല കാലത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ നൽകിയിരിക്കുന്ന സുവിശേഷം. അതുപോലെ തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഭോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനു മുമ്പേ നിത്യജീവന്റെ പ്രത്യാശ വാഗ്ദത്തം നൽകിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: അനാദികാലം മുമ്പേ ദൈവം ഈ സുവിശേഷം അത് തന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയമാണ് നാം ഇന്ന് പ്രസംഗിക്കുന്ന ഈ സുവിശേഷം എന്ന് പറയുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പേ, സകല കാലത്തിനു മുമ്പേ, അനാദി കാലത്തിനു മുമ്പേ ദൈവം നിർണയിച്ചിരിക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണല്ലോ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ: ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സുവിശേഷം എന്ന് പറയുന്നത് ഇത് ഒരു പുത്തൻ ആശയമല്ല. ഇതേതെങ്കിലും മനുഷ്യന്റെ ആ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയമല്ല. ഇത് വെള്ളക്കാരുടെ ആശയമല്ല. പിന്നെയോ ലോകസ്ഥാപനത്തിനു മുമ്പേ ദൈവം നിർണയിച്ചിരിക്കുന്നതാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കർണപുടങ്ങളിലേക്ക് വരുന്ന ഈ സുവിശേഷമുണ്ടല്ലോ, ഇത് ദൈവം അനാദി കാലം മുമ്പേ തീരുമാനിച്ച കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ലോകസ്ഥാപനത്തിനു മുമ്പേ ദൈവത്തിന്റെ പദ്ധതിയുള്ള സുവിശേഷം. ദൈവമക്കളെ, നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ സുവിശേഷം ഇന്ന് നമ്മുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയമാണ് ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ, ഈ സുവിശേഷം പറയുവാൻ, ഈ സുവിശേഷത്തെ കുറിച്ച് പാടുവാൻ, ഈ സുവിശേഷത്തിന്റെ അന്തസത്തയായ സാരാംശമായ എല്ലാമായ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പാടുവാനും പറയുവാനും നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന ഈ ഭാഗ്യകരമായ അവസ്ഥയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഈ സുവിശേഷം ജഡമായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നല്ലോ: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പൗലോസ് ഒന്നാമതായി പറയുന്നത് ഈ സുവിശേഷം ഇതൊരു പുതിയ ആശയമല്ല. ലോകസ്ഥാപനത്തിനു മുമ്പേ ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതായിരുന്നു. പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. രണ്ടാമതായി പറയുന്ന കാര്യം വായിച്ച വാക്യത്തിൽ തന്നെയുണ്ട്. നമ്മുടെ ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. അപ്പോൾ പൗലോസ് ഈ വിശദീകരണം തുടരുകയാണ്. രണ്ടാമതായി താൻ പറയുന്നത് ഈ സുവിശേഷം ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്.
മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം. പ്രിയമുള്ളവരെ, ഈ സുവിശേഷം എന്ന് പറയുന്നത് ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. ഇത് രക്ഷയുടെ സുവിശേഷമാണ്. ഇത് ദൈവശക്തിയുടെ സുവിശേഷമാണ്. ഇത് സമാധാനത്തിന്റെ സുവിശേഷമാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്താണ്? 2 തിമോഥെയോസ് 2-ാം അധ്യായം 8-ാം വാക്യം, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ സുവിശേഷം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം എന്ന് പറയുന്നത് അതൊരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു. ഈ സുവിശേഷം എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ്. ഇത് സമാധാനത്തിന്റെ സുവിശേഷമാണ്. ഇത് സ്നേഹത്തിന്റെ സുവിശേഷമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-2 വാക്യം നാം വായിക്കുന്നത് പോലെ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ദൈവമായിരുന്നവൻ മനുഷ്യാവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു. അതാണ് സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. ഇത് സ്നേഹത്തിന്റെ സന്ദേശമാണ്. സ്നേഹത്തിന്റെ സന്ദേശമാണ്. 1999 നമുക്കറിയാം, ജനുവരി 23, 2 ആഴ്ചയ്ക്ക് മുമ്പായിരുന്നു 1999. ആ കാലഘട്ടത്തിലെ ഏറ്റവും അവികസിതമായ ഒരു സംസ്ഥാനമായിരുന്നു ഒറീസ. ആ ഒറീസയിൽ കുഷ്ഠരോഗികളുടെ സേവനമനുഷ്ഠിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസും തന്റെ കുടുംബവും. 1999 ജനുവരി 23 എന്നത്തെയും പോലെ പകൽ അവരുടെ സേവനം ആരംഭിച്ചു. കുഷ്ഠരോഗികളുടെ ഇടയിലുള്ള സേവനമാണ്. ചിന്തിച്ചു നോക്കണം. വ്രണങ്ങൾ നിമിത്തം വിരലുകൾ നഷ്ടപ്പെട്ടവർ, അവരുടെ വായിലേക്ക് ചോറ് ഉരുളയാക്കി ഉരുട്ടി വെച്ച് കൊടുക്കുന്ന തിമത്തി, ഫിലിപ്പ് എന്ന് പറയുന്ന 2 പൊന്നോമന മക്കൾ, അവർക്ക് വേണ്ടുന്ന വൈദ്യശാസ്ത്രപരമായ സഹായങ്ങൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഗ്രഹാം സ്റ്റെയിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സേവനമെല്ലാം കഴിഞ്ഞ് അവർ വൈകിട്ട് മടങ്ങിപ്പോകുവാനായിട്ട് ആഗ്രഹിച്ചു. രാത്രിയായപ്പോൾ അവർ ആ ഗ്രാമത്തിന്റെ ഒരു കോണിൽ അവരുടെ വാൻ ഒതുക്കി അവർ 3 പേരും ആ വാനിൽ കിടന്നുറങ്ങി. എന്നാൽ ചരിത്രം നമുക്കറിയാമല്ലോ. ഗ്രഹാം സ്റ്റെയിൻസിനെയും തൻ്റെ 2 മക്കളെയും, ഫിലിപ്പ്, തിമത്തി, അവരെ ജീവനോടെ സുവിശേഷ വിരോധികൾ ചുട്ടുകൊന്നു. തീ അണച്ചപ്പോൾ കണ്ടത് 3 അസ്ഥികൂടങ്ങൾ ഇങ്ങനെ പിണഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ ഗ്ലാഡിസ് സ്റ്റെയിൻസ്. അതിനുശേഷം ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഈ ഗ്ലാഡിസ് സ്റ്റെയിൻസിനോട് ചില പത്രപ്രവർത്തകർ ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിൻ്റെ, നിങ്ങളുടെ മക്കളുടെ ഘാതകരോട് നിങ്ങളുടെ മനോഭാവം എന്താകുന്നു? അപ്പോൾ നമുക്കറിയാം ഗ്ലാഡിസ് സ്റ്റെയിൻസിന്റെ വാക്കുകൾ എന്താണ്. പ്രിയ സഹോദരി പറഞ്ഞത്, എൻ്റെ ഭർത്താവിനെയും എൻ്റെ 2 പിഞ്ചോമനകളെയും ചുട്ടുകരിച്ചു കൊന്ന ഘാതകരോട്, കൊലപാതകന്മാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞാനിങ്ങനെ ചോദിക്കട്ടെ, ഇതാർക്ക് പറയുവാനായിട്ട് സാധിക്കും? സ്നേഹത്തിന്റെ സുവിശേഷം കൊണ്ട് പരിവർത്തനം വന്ന, രൂപാന്തരം ലഭിച്ച ഒരു വ്യക്തിക്കല്ലേ പറയുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത. ഇത് സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ദൈവമക്കൾക്ക് സമരമില്ല, പിക്കറ്റിംഗ് ഇല്ല, അല്ലേ? സ്നേഹത്തിന്റെ സന്ദേശമാണ്, സമാധാനത്തിന്റെ സന്ദേശമാണ് സുവിശേഷം. ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണ് എന്നുള്ള വസ്തുത രണ്ടാമതായി പൗലോസ് ഇവിടെ നമ്മെ ഓർപ്പിക്കുകയാണ്. മൂന്നാമതായി തന്റെ വിശദീകരണം താൻ തുടരുകയാണ്. അതിന്റെ 5-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവന. മതി. അവിടെ നമ്മൾ വായിക്കുന്നത് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്ത സുവിശേഷം.
ഞാൻ ഇങ്ങനെ അതിന് തലക്കെട്ട് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മനുഷ്യാവതാരത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷം. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ച കർത്താവായ യേശു ക്രിസ്തു. എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നല്ലോ, 10-ാം അധ്യായം 5-ാം വാക്യം, കർത്താവിനൊരു ശരീരം ദൈവം ഒരുക്കി. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി തീർന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന് 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചു. കാലസമ്പൂർണതയിൽ ഈ സുവിശേഷമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മനുഷ്യാവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ, അവിടുന്ന് ദൈവരൂപത്തിലിരുന്നവനായിരുന്നു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്ന് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഈ സുവിശേഷമാകുന്ന കർത്താവായ യേശു ക്രിസ്തു ജഡശരീരമെടുത്ത് ഈ ഭൂമിയിൽ കടന്നു വന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. യെശയ്യാവ് 7:14 നാം വായിക്കുന്നല്ലോ, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം. യെശയ്യാവ് 9 കടന്നു വരുമ്പോൾ നാം അവിടെ കാണുന്നു, എനിക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, എനിക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലുണ്ട്, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രവാചകന്മാർ അവരുടെ തൂലികളിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രവചന പുസ്തകങ്ങളിൽ നമുക്കത് വായിക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ ജനനം എത്ര നിസ്തുല്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കിൽ നാം വായിക്കുന്നത്, ദൂതന്മാർ ഇടയന്മാരോട് പറഞ്ഞത്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിലും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ തെളിയൂരുള്ള ദേശനിവാസികളോട് ഞാൻ പറയട്ടെ, സുവിശേഷമാകുന്ന യേശു ക്രിസ്തു ജഡാവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി, നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഭൂജാതനായി തീർന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കുവാൻ കഴിയും. കാലഘട്ടത്തെ AD എന്നും BC എന്നും കീറിമുറിച്ചുകൊണ്ട് ഈ അവനിയിലേക്ക് അവതരിച്ച അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. അതാണ് പൗലോസ് പറയുന്നത്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. തന്റെ ജീവിതം എത്ര നിസ്തുല്യമായിരുന്നു അല്ലേ? തന്നോടൊപ്പം കഴിഞ്ഞവർ, തന്നെ അനുഭവിച്ചവർ, തന്നെ മനസ്സിലാക്കിയവർ എന്താണ് പറഞ്ഞത്? പൗലോസ് പറയുന്നു 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ, പാപമറിയാത്തവൻ. പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുന്നു, 1 പത്രോസ് 2-ാം അധ്യായം, അവൻ പാപം ചെയ്തിട്ടില്ല. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ അതിന് 3-ാം അധ്യായത്തിൽ, 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറയുന്നു, അവനിൽ പാപമില്ല. പാപം ചെയ്യാത്തവൻ, പാപമറിയാത്തവൻ, പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവം ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. എന്തിനാണ്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം നൽകുവാനായിട്ട്. കാരണം ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ രക്ഷിക്കുവാൻ സാധ്യമല്ല. കാരണം നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ച സുവിശേഷമാണ് കർത്താവായ യേശു ക്രിസ്തു. തന്റെ ജീവിതം എത്ര നിസ്തുല്യമായിരുന്നു. സ്വർഗം സാക്ഷ്യം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പീലാത്തോസ് പറഞ്ഞു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു, ഈ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. മതകോടതികൾ, സിവിൽ കോടതികൾ തന്നെ വിസ്തരിച്ചു. പക്ഷേ ആ കോടതികൾക്കൊന്നും യേശു ക്രിസ്തുവിൽ ഒരു കുറ്റം കണ്ടെത്തുവാൻ സാധിച്ചില്ല. നമുക്കറിയാം, ആർഷഭാരതത്തിന്റെ സ്വാമി വിവേകാനന്ദൻ
തൻ്റെ ജീവചരിത്രത്തിൽ താൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചിരുന്നതെങ്കിൽ ഞാൻ എൻ്റെ കണ്ണുനീര് കൊണ്ടല്ല, എൻ്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാൻ എൻ്റെ കാലുകൾ കഴുകുമായിരുന്നു. കാരണം അവൻ പരിശുദ്ധനായവനാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിന് അവനൊരു കുറ്റം കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല. പിന്നെ എന്തുകൊണ്ട് കർത്താവ് ഈ കഷ്ടത സഹിച്ചു? നിരപരാധിയായ ക്രിസ്തു എന്തുകൊണ്ട് ഈ ശിക്ഷ ഏറ്റെടുത്തു? അവൻ സ്വയമായി ഏറ്റെടുത്തു. കാരണം അപരാധിയായ എനിക്ക് പാപമോചനം ലഭിക്കണം. കുറ്റക്കാരനായിരുന്ന എനിക്ക് പാപമോചനം നൽകണം. ഈ ലോകത്തിന്, ലോക മനുഷ്യർക്ക്, മാനവകുലത്തിന് ആ നിലയിൽ വിടുതൽ നൽകണം, പാപമോചനം നൽകണം. അതിനുവേണ്ടിയാണ് കർത്താവ് സ്വയം യാഗമായി തീർന്നത്. യെശയ്യാ പ്രവചന പുസ്തകത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 53-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് പ്രസാദമായി. പ്രിയമുള്ളവരെ, പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നല്ലോ, 1 പത്രോസ് 2-ാം അധ്യായം 24-ാം വാക്യം, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കർത്താവായ യേശു ക്രൂശിന്മേൽ കയറി. ഈ സുവിശേഷമാകുന്ന കർത്താവായ യേശു മനുഷ്യാവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വരികയും പാപരഹിതമായൊരു ജീവിതം നയിച്ച് മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ അവൻ സ്വയം യാഗമായി തീരുകയാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. പൗലോസ് ആ കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കുക. തൻ്റെ മരണം എത്ര വേദനാജനകമായ ഒരു മരണമായിരുന്നു, ശാപകരമായ ഒരു മരണമായിരുന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നല്ലോ. യേശുക്രിസ്തുവിനെ കുറിച്ച് നാം വായിക്കുന്നത്, അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ് വിരൂപമായി തീർന്നു. എന്തിനു വേണ്ടിയാണ്? നമ്മെ രക്ഷിക്കുവാൻ, മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വേണ്ടി. തൻ്റെ മരണം വിവരണാതീതമാണ്. താൻ നിന്ന് സഹിച്ചു, പരിഹാസങ്ങൾ സഹിച്ചു, വേദനകൾ സഹിച്ചു, സ്വയം ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് താൻ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പ്രായശ്ചിത്ത യാഗമായി തീർന്നു എന്നുള്ള വസ്തുത ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒറ്റ വാചകത്തിൽ പറയുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ഇങ്ങനെ പറയുവാൻ കഴിയും: മരിക്കുവാൻ വേണ്ടി ജനിച്ച ഏക വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. ഈ ലോകത്തിൽ നാം ജനിച്ചത് കൊണ്ട് മരിക്കുന്നു, എന്നാൽ കർത്താവായ യേശുക്രിസ്തു മരിക്കുവാൻ വേണ്ടി, ആർക്കു വേണ്ടി? മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി കാൽവറി ക്രൂസിൽ യാഗമായി തീരുവാൻ, മാനവകുലത്തിനു വേണ്ടി മരിക്കുവാൻ ജനിച്ചവനാണ് കർത്താവായ യേശുക്രിസ്തു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ്. ഇവിടെ പൗലോസ് അതാണ് വിശദീകരിക്കുന്നത്. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിക്കുകയും ചെയ്തവൻ. മാത്രമല്ല അതിന്റെ ഉറപ്പും നൽകിയിരിക്കുന്നു. 5-ന്റെ ഒടുവിൽ നാം വായിച്ചല്ലോ, സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്യുന്നു. 4-മതായി ഞാനിങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഉയർപ്പിലൂടെ ആ ഉറപ്പ് നൽകുകയാണ്. സുവിശേഷത്തിന്റെ ഉറപ്പ്. യേശുക്രിസ്തു മരിച്ച് മൺമറഞ്ഞു പോയവനല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നവനാകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു മരിച്ചു, എന്നാൽ 3-ാം നാൾ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ നമുക്കായി ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഈ ലോകത്തിൽ അനേക മഹാന്മാർ ജനിച്ചിട്ടുണ്ട്, മതപണ്ഡിതന്മാർ ജനിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കൾ ജനിച്ചിട്ടുണ്ട്, സാമൂഹിക പരിഷ്കർത്താക്കൾ ജനിച്ചിട്ടുണ്ട്. അവരെല്ലാം മരിച്ച് ഈ സമൂഹത്തിന് അനേക നന്മകൾ ചെയ്തവരാണ്, സംശയമില്ല. പക്ഷേ അവരെല്ലാം മരിച്ച് മൺമറഞ്ഞു പോയപ്പോൾ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഏക വ്യക്തി, ഏക ദൈവം കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജഡാവതാരം എടുത്തപ്പോൾ താൻ പൂർണ്ണ മനുഷ്യനും
പൂർണ്ണ ദൈവമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കല്ലറകൾക്ക് അവനെ തടഞ്ഞു നിർത്തുവാൻ സാധ്യമായില്ല. അതുകൊണ്ടാണല്ലോ പത്രോസ് പെന്തിക്കോസ് നാളിൽ പ്രസംഗിച്ചത്. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. താൻ തന്റെ പ്രസംഗം തുടരുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഈ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. ഏത് യേശു? നിങ്ങൾ കൊന്നുകളഞ്ഞ ഈ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികൾ. ഇന്ന് രാത്രി ഞാനിങ്ങനെ പറയട്ടെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷമുണ്ടല്ലോ, ഈ സുവിശേഷത്തിന്റെ കാതലായ വ്യക്തിയുണ്ടല്ലോ, ഈ സുവിശേഷത്തിലെ വ്യക്തി, അതിന്റെ അന്തസത്ത എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തു ഉണ്ടല്ലോ, അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റവനാണ്. പാലസ്തീൻ നാട്ടിലേക്ക് പോയാൽ അവിടെ ഒരു തുറക്കപ്പെട്ട കല്ലറയുണ്ട്. ആ കല്ലറയുടെ വാതിൽക്കൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എന്താ? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ലോകത്തിന്റെ മധ്യത്തിൽ പാലസ്തീൻ നാട്ടിൽ ഒരു തുറക്കപ്പെട്ട കല്ലറയുണ്ട്. ആ കല്ലറയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറ. ദൈവത്തിന് സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട വിഷയമാണ്. ഇവിടെ പൗലോസ് ആ കാര്യം വിശദീകരിക്കുക. ആ വിശദീകരണം 4 നിലയിൽ താൻ പറയുകയാണ്. 1, ഇതൊരു പുത്തനാശയമല്ല. 2, മനുഷ്യാവതാരത്തിലൂടെ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു. 3, ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. 4, അത് ഉറപ്പിലൂടെ ഇന്ന് ഉറപ്പിച്ചു തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനിയും 2-ാമത്തെ ആശയത്തിലേക്ക് കടന്നു വരട്ടെ. 2-ാമത് ഞാൻ ഓർപ്പിച്ചതുപോലെ പൗലോസും സുവിശേഷവുമായിട്ടുള്ള വ്യക്തിബന്ധത്തെ കുറിച്ചാണ് ഇതിന്റെ 14, 15, 16 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ 3 പദങ്ങൾ ശ്രദ്ധേയമാണ്. 1, ഞാൻ കടക്കാരൻ, സുവിശേഷ നിമിത്തം ഞാൻ കടക്കാരൻ. 2, ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. 3, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇത് പറയുവാൻ ഏറ്റവും യോഗ്യനായ മനുഷ്യനാണ് പൗലോസ് അപ്പോസ്തലൻ, യാതൊരു സംശയവുമില്ല. വേദശാസ്ത്രപരമായ അവസാന വാക്കെന്ന് പറയത്തക്ക പൗലോസ് പോരാ, പ്രേക്ഷിത പ്രവൃത്തിയിൽ ഉദാത്തമായ ഉദാഹരണം കാണിച്ചു തന്ന പൗലോസ്, ആ പൗലോസ് പറയുകയാണ്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, സുവിശേഷത്തിന് വേണ്ടി ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. പൗലോസിന്റെ ചരിത്രം നമുക്കറിയാം. താൻ ഫിലിപ്പിയിൽ ജയിലിൽ അടക്കപ്പെട്ടു. ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ തന്റെയും ശീലാസിന്റെയും കാലുകൾ ആമത്തിലിട്ടു. അവർക്ക് നീങ്ങുവാൻ സാധിക്കാത്ത നിലയിൽ അവർ ഞെരുക്കത്തിലായി. പക്ഷെ നാം വായിക്കുന്നത് അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. ഇന്ന് രാത്രി ഞാനിങ്ങനെ പറയട്ടെ, ഈ സുവിശേഷത്തിന് ബന്ധനമില്ല കേട്ടോ. ഈ സുവിശേഷത്തെ എത്ര ബന്ധിക്കുവാൻ ശ്രമിച്ചാലും അതിന് ബന്ധനമില്ല. അത് കെട്ടുകളഴിഞ്ഞ് ആ സുവിശേഷം വീണ്ടും അതിന്റെ അത്യുച്ചകോടിയിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. തെസ്സലോനിക്കയിലേക്ക് ചെന്നപ്പോൾ തന്നെ ആട്ടി ഓടിച്ചു കളഞ്ഞു എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയും. അഥേനയിലേക്ക് ചെന്നപ്പോൾ തന്നെ പരിഹസിച്ചു. എന്നിട്ടും താൻ പറയുകയാണ്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. 2 തിമോഥെയോസ് 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, സമയക്കുറവുകൊണ്ട് ഞാനങ്ങ് പറയാം, സുവിശേഷം നിമിത്തം ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല. സുവിശേഷം നിമിത്തം അനേക കഷ്ടതകൾ താൻ സഹിച്ചു, അനേക അപമാനം താൻ സഹിച്ചു. പൗലോസ് പറയുകയാണ്, ഇതൊക്കെയാണെങ്കിലും ഇത് നിമിത്തം ഞാൻ ലജ്ജിക്കുന്നില്ല. 1 കൊരിന്ത്യർ 9-ാം അധ്യായം അതിൽ 16-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അതാണ് പൗലോസിന്റെ സുവിശേഷവുമായിട്ടുള്ള വ്യക്തിബന്ധം. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, സുവിശേഷവുമായിട്ട് നമുക്ക് എത്രമാത്രം ഈ ഒരു ബന്ധമുണ്ട്? ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ആ നിലയിൽ നമ്മോട് സംസാരിക്കട്ടെ. പൗലോസിന്റെ സുവിശേഷം സംബന്ധിച്ചുള്ള വ്യക്തിബന്ധം. 3-ാമതായി ഈ ഭാഗത്ത് നിന്ന് പൗലോസ് പറയുന്നത് സുവിശേഷത്തിന്റെ വിശേഷതയാണ്, സവിശേഷതകളാണ്. അത് വളരെ മനോഹരമാണ്. നമുക്കൊരു വാക്യം വായിക്കാം. അതിന് 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു കേൾക്കാം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി. മതി.
സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യമേ യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. സുവിശേഷത്തിന്റെ സവിശേഷതകളെ കുറിച്ച് ഈ ഭാഗത്ത് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന്, ഈ സുവിശേഷം ശക്തിയുള്ള സുവിശേഷമാണ്, അല്ലെ? അതെല്ലാം അങ്ങനെയല്ലേ വായിക്കുന്നത്. അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ഇത് ശക്തിയുള്ള സുവിശേഷമാണ്. ശക്തി എന്നുള്ള പദം, അതിൻ്റെ ഗ്രീക്ക് വാക്ക് ഡുനാമിസ് എന്നാണ്. ആ ഡുനാമിസിൽ നിന്നാണ് രണ്ട് ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടത്. ഒന്ന് ഡൈനമൈറ്റ്, നമുക്കറിയാം, അത് തകർക്കുന്ന ശക്തിയാണ്. രണ്ട് ഡൈനോമ, അത് സൃഷ്ടിപരമായ പോസിറ്റീവായിട്ടുള്ള ശക്തിയാണ്. ഈ രണ്ട് വാക്കുകളും ഈ ഡുനാമിസ് എന്നുള്ള പദത്തിൽ നിന്ന് വന്നതാണ്. ഈ സുവിശേഷത്തെക്കുറിച്ചും ആ നിലയിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. ഈ സുവിശേഷം ഇത് തകർക്കുന്ന സുവിശേഷമാണ്. അത് തകർക്കുകയും പിന്നെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന സുവിശേഷമാണ്. അതുകൊണ്ടാണല്ലോ പൗലോസ് പറയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഇന്ന് രാത്രി ഞാനിങ്ങനെ പറയട്ടെ, ഇത് മനുഷ്യന്റെ പാപ സ്വഭാവത്തെ തകർക്കുന്ന സുവിശേഷമാണ്. ഇത് മനുഷ്യന്റെ പൈശാചിക ബന്ധനങ്ങളെ തകർക്കുന്ന സുവിശേഷമാണ്. ഈ സുവിശേഷം അത് തകർക്കുക മാത്രമല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുകയാണ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രൂപാന്തരം നൽകുകയാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയമാണ്. തെസ്സലോനിക്കർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ, ഒന്നാം ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടുകൂടെ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. അപ്പോൾ സുവിശേഷം അത് ശക്തിയുള്ള സുവിശേഷമാണ്. അത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷമാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഇത് ശക്തിയുള്ള സുവിശേഷമാണ്. ഇത് മനുഷ്യന് രൂപാന്തരം നൽകുന്ന സുവിശേഷമാണ്, പാപമോചനം നൽകുന്ന സുവിശേഷമാണ്. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത കരിക്കുംവില്ല കേസ് 1980 നടന്ന കേരളത്തെ കിടുകിടാ വിറപ്പിച്ച ഒരു കൊലപാതകമുണ്ടായി. 50 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ ആ സംഭവം അറിയാം. മദ്രാസിലെ മോൻ എന്നറിയപ്പെടുന്ന റിനി ജോർജ്, താനും തന്റെ സ്നേഹിതന്മാരും കൂടെ കരിക്കംവില്ലയിലെ അവരുടെ അച്ചായനെയും അമ്മാമയെയും കൊന്നുകളഞ്ഞു. ആ കാലത്തെ വിദഗ്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സിബി മാത്യു. ആ സാറ് ആ കേസ് കണ്ടുപിടിക്കുകയും റിനി ജോർജിനെ ജീവപര്യന്തം ശിക്ഷിക്കുകയും ചെയ്തു. 90കളുടെ ഒടുവിൽ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇന്നെന്ന പോലെ ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ തൊട്ടടുത്ത ജൂബിലി മന്ദിരം, വിശാലമായ ഒരു ഗ്രൗണ്ടുണ്ട്. ഇവിടെയുള്ള കർത്താമരദാസൻ ഇട്ടിക്കൽ കുഞ്ഞുവച്ചാനൊക്കെ അറിയാം. ഒരുപക്ഷെ അദ്ദേഹവും ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത് കാണും. ഞാനൊരു യൗവനക്കാരൻ എന്ന നിലയിൽ ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അന്ന് ഈ റിനി ജോർജ് ജീവപര്യന്ത തടവിനു ശേഷം താൻ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് താൻ കർത്താവിനെ അനുഗമിക്കുവാൻ തുടങ്ങി. തൻ്റെ ഒരു സാക്ഷ്യം അന്ന് പരസ്യമായി ആ ഗ്രൗണ്ടിൽ പറഞ്ഞത് ഇന്നെന്ന പോലെ എനിക്ക് ഓർമ്മയുണ്ട്. താൻ ഇങ്ങനെ പറഞ്ഞു, തൻ്റെ കൈകൾ ഉയർത്തി താൻ ഇങ്ങനെ പറഞ്ഞു, ഒരു കാലത്ത് എൻ്റെ ഈ വെളുത്ത കരങ്ങൾ ചോരവരണ്ട കരങ്ങളായിരുന്നു, ഇത് പാപമംഗലമായ കരങ്ങളായിരുന്നു. എന്നാൽ ഈ പാപമംഗലമായ കരങ്ങൾക്ക് വിശുദ്ധി നൽകുവാൻ ഇവിടെയുള്ള ജയിലുകൾക്ക് സാധിച്ചില്ല, ഇവിടെയുള്ള കോടതികൾക്ക് സാധിച്ചില്ല, ഇവിടെയുള്ള മതങ്ങൾക്ക് സാധിച്ചില്ല. എന്റെ പാപമംഗലമായ ഈ കരങ്ങൾക്ക് ശുദ്ധീകരണം നൽകിയത് സുവിശേഷമാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ് എനിക്ക് ശുദ്ധീകരണം ലഭിച്ചത്. കാൽവരി ക്രൂശിലെ കൊലക്കളത്തിൽ ഒഴുക്കപ്പെട്ട ആ രക്തനദി എന്റെ കരങ്ങൾക്ക് ശുദ്ധി നൽകി. ഇന്ന് രാത്രി ഞാനിങ്ങനെ പറയട്ടെ, അതാണ് സുവിശേഷത്തിന്റെ ശക്തി. എത്ര വലിയ കൊലപാതകനായാലും, എത്ര വലിയ പാപിയായിരുന്നാലും, അതുകൊണ്ടാണല്ലോ പൗലോസ് പറയുന്നത്,
ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഇത് പറയുന്നതിന് മുമ്പ് പൗലോസ് പറയുന്നുണ്ട്, ഞാന് ദൂഷകനായിരുന്നു, ഞാൻ നിഷ്ഠൂരനായിരുന്നു, ഞാൻ പാപിയായിരുന്നു. ആ പാപികളിൽ ഞാൻ ഒന്നാമനാണ്. ഇന്ന് രാത്രി ഞാനിങ്ങനെ പറയട്ടെ, കേരളത്തെ കിടുകിടാ വിറപ്പിച്ച കൊലപാതകം നടത്തിയ റെനി ജോർജിന്റെ ജീവിതത്തിൽ മാറ്റം നൽകിയ ഈ സുവിശേഷം, പൗലോസ് എന്ന മഹാനായ വ്യക്തിയുടെ ജീവിതത്തിൽ രൂപാന്തരം നൽകിയ, പരിവർത്തനം നൽകിയ ഈ സുവിശേഷം ഇന്നും ശക്തിയോടുകൂടെ ഇന്ന് രാത്രിയിൽ അതിന്റെ പ്രവാഹം ഈ ഗ്രൗണ്ടിലൂടെ പോവുകയാണ്. അനർഗളമായ പ്രവാഹം, അതിന്റെ ശക്തി എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ശക്തിയുള്ള സുവിശേഷമാണ്. രണ്ടാമതായി പൗലോസ് പറയുന്ന കാര്യം അതിന്റെ 16-ാം വാക്യത്തിൽ നാം വായിച്ചല്ലോ, വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. രണ്ടാമത്തെ പ്രത്യേകത, ഇത് രക്ഷിക്കുന്ന സുവിശേഷമാണ്. ഒന്ന്, ഇത് ശക്തിയുള്ള സുവിശേഷമാണ്. രണ്ട്, ഇത് രക്ഷിക്കുന്ന സുവിശേഷമാണ്. രക്ഷ ആവശ്യമാണ്, കാരണം മനുഷ്യൻ പാപികളായിരുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. മനുഷ്യൻ ജന്മനാ കർമ്മണ പാപികളായിരുന്നു. ആ പാപികൾക്ക് രക്ഷ ആവശ്യമായിരുന്നു. ആ രക്ഷ നൽകുവാനായി കടന്നു വന്ന സുവിശേഷം കർത്താവായ യേശുക്രിസ്തു. ഇത് രക്ഷിക്കുന്ന സുവിശേഷമാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്കുകൾ നാം ഇങ്ങനെ വായിക്കുന്നു. വാക്യത്തിൽ നാം വായിക്കുന്നല്ലോ, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം. പൗലോസിനെ രക്ഷിച്ച സുവിശേഷം, പാപികളെ രക്ഷിക്കുന്ന സുവിശേഷം. ഇന്ന് രാത്രിയിൽ ഇതുവരെ ഈ സുവിശേഷമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവമാക്കാതെ, ജീവിതത്തിൽ അറിയാതെ നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങൾ കഴിയുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ വളരെ വിനയത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളെ രക്ഷിക്കുന്ന ഒരു സുവിശേഷമുണ്ട്. ഇത് രക്ഷിക്കുന്ന സുവിശേഷമാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആശ്വാസം കണ്ടെത്തുവാൻ, രക്ഷ കണ്ടെത്തുവാൻ, പാപമോചനം ലഭിക്കുവാൻ ഏക മാർഗം, ഏക സ്ഥാനം കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനമുണ്ട്, ശുദ്ധീകരണമുണ്ട്. നമുക്കറിയാം, പെന്തിക്കോസ്ത് നാളിൽ സുവിശേഷം പ്രസംഗിച്ചു. 3000 പേർ അവർ സഭയോട് ചേർന്നു, കർത്താവിനോട് ചേർന്നു, അല്ലേ? പിന്നെ 5000-ആയി, 10,000-ആയി, ലക്ഷക്കണക്കിനായി ഇന്നും കോടാനുകോടി ജനങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന, അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തിക്കൊണ്ടിരിക്കുന്ന സുവിശേഷം. ആ സുവിശേഷത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? രക്ഷിക്കുന്ന സുവിശേഷം. സുവിശേഷത്തിന്റെ സത്യവചനം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെയിലും വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ സുവിശേഷം ഇന്നും ഇവിടെ ആഗതനായിരിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. നിങ്ങളെ സ്വീകരിക്കുവാൻ, നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ വീണ്ടെടുക്കുവാൻ കർത്താവ് തൻ്റെ സാന്നിധ്യത്താൽ ഇന്ന് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. രക്ഷിക്കുന്ന സുവിശേഷം. മൂന്നാമതായി ഈ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്ന മൂന്നാമത്തെ സവിശേഷതയാണ്, വിശ്വസിക്കുന്ന ഏവനും ആദ്യം യവനും പിന്നെ ആദ്യം യഹൂദനും പിന്നെ യവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ഏവനും, എല്ലാവർക്കും. മൂന്നാമതായി ഞാനിത് പറയട്ടെ, ഇത് മുഖപക്ഷമില്ലാത്ത സുവിശേഷമാണ്. ഈ ലോകത്തിന് മുഖപക്ഷമേ ഉള്ളൂ. എന്നാൽ മുഖപക്ഷമില്ലാത്ത ഒരാശയമുണ്ടെങ്കിൽ അത് സുവിശേഷമാണ്. മറ്റെവിടെ നോക്കിയാലും മുഖപക്ഷങ്ങളുണ്ട്. തത്വശാസ്ത്രത്തിനുണ്ട്, അല്ലേ? മുഖപക്ഷമുണ്ട്. ആശയങ്ങൾക്ക്, ആദർശങ്ങൾക്കൊക്കെ മുഖപക്ഷമുണ്ട്. ആ ആദർശത്തെയോ തത്വശാസ്ത്രത്തെയോ പിൻഗമിക്കുന്നവരെ മാത്രമേ സഹായിക്കുകയുള്ളൂ. അതാണ് ലോകത്തിന്റെ തത്വം. എന്നാൽ ഇന്ന് രാത്രി ഞാനിങ്ങനെ പറയട്ടെ, മുഖപക്ഷം കൂടാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്.
വിശ്വസിക്കുന്ന ഏവനും. യോഹന്നാന്റെ സുവിശേഷം 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നിങ്ങളെ സ്നേഹിക്കുന്നു. മുഖപക്ഷം കൂടാതെ സ്നേഹിക്കുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. കുടുംബത്തിൽ മുഖപക്ഷമുണ്ട്, ഇല്ലേ? ഉണ്ട്. വിവേചനമുണ്ട്. മൂത്ത മരുമോള്, ഇളയ മരുമോള്, മൂത്ത മകന്, ഇളയ മകന്, നടുവത്ത മകന്, ഇന്ന പേരക്കുട്ടി. കുടുംബത്തിൽ മുഖപക്ഷമുണ്ട്. സമൂഹത്തിലില്ലേ? ഉണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവരെ നാം തിരിച്ച് സ്നേഹിക്കും. സമൂഹത്തിലുണ്ട് മുഖപക്ഷം. എന്നാൽ മുഖപക്ഷമില്ലാത്ത ഏക സന്ദേശമാണ് സുവിശേഷമാകുന്ന കർത്താവായ യേശു ക്രിസ്തു. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണല്ലോ നാം യോഹന്നാന്റെ സുവിശേഷം 1:12 വായിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും, ജാതി മത വ്യത്യാസമില്ലാതെ, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ വെള്ളക്കാരനെന്നോ കറുത്തവനെന്നോ വ്യത്യാസമില്ലാതെ ലോകത്തിലുള്ള സകല മാനവജാതിയെ സ്നേഹിക്കുന്ന സുവിശേഷം. ഇങ്ങനൊരു സന്ദേശം എവിടെ കിട്ടും? ഇങ്ങനൊരു മാർഗം എവിടെ കിട്ടും? പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. ഇനിയും ഇവിടെ വായിക്കുന്നത്, അപ്പോൾ ഏവനെയും സ്വീകരിക്കുന്ന സുവിശേഷം. മാത്രമല്ല ഇതിനൊരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. എന്താണ് ആ കണ്ടീഷൻ? വിശ്വസിക്കുക. വിശ്വസിക്കണം. ആരിൽ വിശ്വസിക്കണം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കാലം തികഞ്ഞു, ദൈവരാമൻ സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. അല്ലാതൊരു മാർഗമില്ല. എന്റെ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, എന്റെ ശ്രോതാക്കളെ, മറ്റൊരു വഴിയില്ല, മറ്റൊരു മാർഗമില്ല. ബൈബിൾ ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. കേട്ടോ, വേറൊരു നാമവുമില്ല. ഒരേ ഒരു നാമം മാത്രം, ഒരേ ഒരു മാർഗം മാത്രം. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമുണ്ട്. ഇന്ന് രാത്രി ഞാനിങ്ങനെ പറയട്ടെ, വിശ്വസിക്കുക. അല്ലാതൊന്നും ചെയ്യണ്ട. പുണ്യപ്രവൃത്തികൾ ചെയ്യണ്ട, പുണ്യയാത്രകൾ ചെയ്യണ്ട, സ്തോത്ര കാഴ്ചകൾ അർപ്പിക്കണ്ട. ഇതൊന്നും വേണ്ട. അതാണ് ശരിയായ സുവിശേഷം. ഇന്ന് സമൂഹത്തിൽ മറ്റൊരു സുവിശേഷമുണ്ട്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ വേറൊരു സുവിശേഷത്തിൽ മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ആ സുവിശേഷം എന്താ? അത് സമൃദ്ധിയുടെ സുവിശേഷമാണ്. എങ്ങനെയും ജീവിക്കാം, എങ്ങനെയും നടക്കാം. അവിടെ ചെന്ന് സ്തോത്രാഴ്ച ഇട്ടാൽ മതി. കബളിപ്പിക്കപ്പെടരുതേ, തെറ്റിദ്ധരിക്കപ്പെടരുതേ. പ്രിയമുള്ളവരെ, വളരെ വിനയത്തോടെ പറയട്ടെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ എങ്ങനെ വിശ്വസിക്കണം? അല്ലയോ കർത്താവേ, ഞാനൊരു പാപിയാകുന്നു, എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നത്, എന്റെ പാപങ്ങൾക്ക് പകരമായി അവിടുന്ന് കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഹൃദയംഗമായി വിശ്വസിക്കാതെ രക്ഷയില്ല കേട്ടോ, രക്ഷിക്കപ്പെടുകയില്ല. ഇവിടെ അതാണ് വായിക്കുന്നത്, വിശ്വസിക്കുക. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടോ? ഈ സുവിശേഷത്തെ നിങ്ങൾ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രിയിൽ അതിനുള്ളൊരു അവസരമാണ്. കർത്താവ് നിലയെ ബലപ്പെടുത്തട്ടെ. മാത്രമല്ല, ഈ ശക്തിയെക്കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. പൗലോസ് ഇവിടെ പറയുകയാണ്, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അത് ദൈവശക്തിയാ. അത് തകർക്കുകയും പണിയുകയും ചെയ്യുന്ന ശക്തിയാ. ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാ. ഒരു മദ്യപാനിയെ ആ മദ്യത്തിൽ നിന്ന് വിമുക്തി നൽകി അവനെ രക്ഷിക്കുന്ന ശക്തിയാ. അതാണ് കർത്താവിൻ്റെ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ പ്രത്യേകത. അതേത് മനുഷ്യനെയും ശുദ്ധീകരിക്കുന്ന ശക്തിയാണ്. ലോകത്തിലുള്ള ജലങ്ങളോ
ലോകത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളോ കൊണ്ടൊന്നും നമുക്ക് പാപമോചനം ലഭിക്കുകയില്ല. ഈ ദൈവശക്തിയാൽ, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്നവർ, 1 കൊരിന്ത്യർ 2-4 പൗലോസ് പറയുന്നല്ലോ, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവശക്തിക്ക് തന്നെ ആധാരമായിരിക്കുന്നു. ഇന്ന് രാത്രി ഞാനിങ്ങനെ പറയട്ടെ, ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. എഫെസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നല്ലോ, കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദൈവശക്തി നിമിത്തമാണ് നാം ഈ രക്ഷയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ പുണ്യപ്രവർത്തികളോ, നമ്മുടെ സ്തോത്ര കാഴ്ചകളോ, നമ്മുടെ നേർച്ച കാഴ്ചകളോ ഒന്നൊന്നുമല്ല. നാം നീതിമാനായി ജീവിക്കുന്നത് കൊണ്ടല്ല, പിന്നെയോ ഈ ദൈവശക്തി ഉള്ളിലേക്ക് കടന്നു വരുന്നത് കൊണ്ടാണ്. ഏത് മനുഷ്യനും മാറ്റം നൽകുവാൻ സാധിക്കുന്ന ദൈവശക്തി. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു സുവിശേഷമാണ് ശക്തിയുടെ സുവിശേഷം. അതുകൊണ്ടാണ് ശക്തിയായിട്ട് ഞാൻ പ്രസംഗിക്കുന്നത്. ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമുക്കങ്ങനെ പ്രസംഗിക്കാൻ ഒക്കെയുള്ളൂ. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഇത് ശക്തിയുള്ള സുവിശേഷമാണ്. 2, ഇത് രക്ഷിക്കുന്ന സുവിശേഷമാണ്. 3, ഇത് മുഖപക്ഷമില്ലാത്ത സുവിശേഷമാണ്. ഇതിനൊരു വ്യവസ്ഥയുണ്ട്, വിശ്വസിക്കുക. ഇത് ദൈവശക്തിയുള്ള സുവിശേഷമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞില്ല, വാക്കുകളെ അവസാനിപ്പിക്കാം. ഈ സുവിശേഷം നമ്മളെ വിധിക്കും കേട്ടോ, ന്യായം വിധിക്കും. ഒരു വാക്യം നമുക്ക് നോക്കാം. റോമാലേഖനം 2-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. മതി. ദൈവം യേശുക്രിസ്തു മുഖാന്തരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. എങ്ങനെയാണ് ന്യായം വിധിക്കുന്നത്? മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ. ഈ സുവിശേഷം ഇപ്പോൾ സ്നേഹമുള്ള സുവിശേഷമാണ്, സമാധാനത്തിന്റെ സുവിശേഷമാണ്, ഇത് ഐശ്വര്യത്തിന്റെ സുവിശേഷമാണ്, ഇത് ജീവിതങ്ങൾക്ക് രൂപാന്തരം നൽകുന്ന സുവിശേഷമാണ്. പക്ഷേ അതിൻ്റെ ഒരു സമാപ്തി കഴിഞ്ഞാൽ, കൃപായുഗം അവസാനിച്ചാൽ, പിന്നെ ഈ സുവിശേഷം എന്താ ചെയ്യാൻ പോകുന്നത്? സുവിശേഷം അനുസരിക്കാത്തവരെ ന്യായം വിധിക്കുമെന്നുള്ള വസ്തുത വളരെ വ്യക്തമായി ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ, അതിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയുള്ള മഹത്വം വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവധി അനുഭവിക്കും. ഈ സുവിശേഷം അനുസരിക്കുന്നില്ലെങ്കിൽ, ഈ സുവിശേഷത്തെ നിങ്ങൾ നിരാകരിക്കുന്നുവെങ്കിൽ, ഈ സ്നേഹമുള്ള സുവിശേഷം, സമാധാനത്തിന്റെ സുവിശേഷം, ദൈവശക്തിയുടെ സുവിശേഷം ഇന്ന് രാത്രിയിൽ നിങ്ങൾ കേട്ടിട്ടും ഇതിനോട് നിങ്ങൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ, ഈ സുവിശേഷത്തെ നിങ്ങൾ ഹൃദയത്തിലേക്ക് കൈക്കൊള്ളുന്നില്ലെങ്കിൽ, വളരെ വ്യക്തമായി ഞാൻ പറയട്ടെ, ഈ സുവിശേഷം ഒരു നാൾ നിങ്ങളെ ന്യായം വിധിക്കും. സുവിശേഷത്തെ വിശ്വസിക്കാതിരുന്നാൽ അനന്തമായ ന്യായവിധിയായിരിക്കും നിങ്ങൾക്കായിട്ടുള്ളത്. അതിലേക്ക് പോകരുതേ. ഇന്ന് സ്നേഹിക്കുന്ന സുവിശേഷം നിങ്ങളുടെ അടുക്കൽ നിൽക്കുക. സ്നേഹിക്കുന്ന സുവിശേഷം. ഇന്ന് പലരുടെ ഹൃദയം പിശാച് അന്ധകാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, അല്ലേ? 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കും, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. ഇന്ന് പലരുടെയും മനസ്സ് പിശാച് കുരുടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ശക്തിയുള്ള സുവിശേഷമാണ്. നിങ്ങൾ പ്രതികരിച്ചാൽ തീർച്ചയായിട്ടും ഈ സുവിശേഷത്തിന് ആ പൈശാചിക ശക്തിയിൽ നിന്ന് വിടുതൽ നൽകും. ഇന്ന് അന്ധകാരത്തിന്റെ കയത്തിൽ നിങ്ങൾ കഴിയുന്നുവെങ്കിൽ അത്യുച്ചകോടി അല്ലെങ്കിൽ പ്രകാശത്തിന്റെ അത്യുച്ചകോടിയിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ സാധിക്കുന്ന സുവിശേഷമാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ പ്രസംഗിക്കപ്പെടുന്നത്. ഈ സുവിശേഷം അനുസരിക്കുക. ഇവിടെ പൗലോസ് പറയുന്നത്, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും. ദൈവമക്കളായിരിക്കുന്ന നമുക്കും ഇതിനകത്തൊരു മുന്നറിയിപ്പുണ്ടല്ലേ?
ഒരു ന്യായവിധിയുണ്ട്. നമ്മൾ ഒരു നാൾ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടവരാണ്. നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതിഫലം നൽകുന്ന ദിനം. നമുക്ക് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം. ഈ സുവിശേഷം നമുക്ക് ദൈവം ഇന്ന് രാത്രിയിലും അനുഗ്രഹിച്ച് നൽകിയിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ, നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കാം. ഈ സുവിശേഷത്തോട് നിങ്ങൾ ഏത് നിലയിലാണ് പ്രതികരിക്കുന്നത്? ഇത് സ്നേഹത്തിൻ്റെ സുവിശേഷമാണ്, ഇത് സമാധാനത്തിൻ്റെ സുവിശേഷമാണ്, കൃപയുടെ സുവിശേഷമാണ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്, ഇത് രക്ഷിക്കുന്ന സുവിശേഷമാണ്, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന സുവിശേഷമാണ്. ഈ സുവിശേഷമാകുന്ന കർത്താവായ യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ? ആ കർത്താവ് നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന്, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് പ്രായശ്ചിത്തയാഗമായി തീർന്ന് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. ഈ കർത്താവിനെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഈ സുവിശേഷം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് രാത്രി ഒരു അവസരം കൂടെ ദൈവം നൽകുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്ന അവസാനത്തെ സുവിശേഷ പ്രസംഗമായിരിക്കാം ഇത്. നാം ഈ സുവിശേഷ യോഗം കഴിഞ്ഞ് മടങ്ങി നമ്മുടെ വീട്ടിലെത്തുമെന്ന് ഗ്യാരണ്ടി പറയുവാൻ ഞാൻ ഉൾപ്പെടെ നിങ്ങൾക്ക് ആർക്കും സാധ്യമല്ല. അത്രത്തോളം അനിശ്ചിതത്വം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ മരണാനന്തര ജീവിതം അത് നമ്മൾ ഉറപ്പുവരുത്തണം. അതെവിടെയാണ്? സ്വർഗത്തിലാണോ നരകത്തിലാണോ? സുവിശേഷത്തെ അനുസരിക്കുന്നവർക്ക്, ഈ സുവിശേഷമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനം ലഭിച്ചവർ, അവർക്ക് സ്വർഗരാജ്യമുണ്ട്. ഇല്ല, സുവിശേഷം അനുസരിക്കാത്തവരാണെങ്കിൽ, ഈ സുവിശേഷത്തെ നിങ്ങൾ വീണ്ടും നിരാകരിക്കുന്നുവെങ്കിൽ അനന്തമായ നിത്യമായ ന്യായവിധിയിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. നിങ്ങൾ തന്നെ ചിന്തിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ കർത്താവിനെ വേണം. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവർ, ഏത് ജാതിയിൽപ്പെട്ടവർ, ഏത് മനുഷ്യനും ആയിക്കൊള്ളട്ടെ, ദൈവത്തിന് മുഖപക്ഷമില്ല. നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. ആ ദൈവം മുമ്പാകെ നിങ്ങൾക്ക് തീരുമാനമെടുക്കുവാൻ സാധിക്കുമോ? എനിക്ക് ഈ കർത്താവിനെ വേണം, ഈ സ്നേഹതയായ യേശു കർത്താവിനെ വേണം എന്ന് ആർക്ക് പറയുവാൻ സാധിക്കും? ആരെങ്കിലും ആ നിലയിൽ തീരുമാനമെടുത്തിട്ടുണ്ടോ? അല്ലയോ കർത്താവേ, ഞാനൊരു പാപിയാകുന്നു, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, ഇന്നു മുതൽ അങ്ങയുടെ ഒരു മകനായി മകളായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും? അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലങ്കരങ്ങളെ ഒന്ന് ഉയർത്തിയാൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. ആരെങ്കിലും ഉണ്ടോ? യുവാവേ, യുവതിയെ, സഹോദരി, സഹോദര, കുഞ്ഞുങ്ങളെ, ആരെങ്കിലും ഉണ്ടോ? നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. ഈ സുവിശേഷമാകുന്ന കർത്താവായ യേശുക്രിസ്തു ഇന്ന് വ്യക്തമായി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടോ? ദൈവം സഹായിക്കട്ടെ. അങ്ങനെ ആർക്കെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ മീറ്റിങ്ങിന് ശേഷം നിങ്ങൾക്ക് മുന്നോട്ട് കടന്നു വന്നാൽ കൂടുതൽ വിശദമായി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാവുന്നതാണ്. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത്ര നേരം എന്നെ ശ്രദ്ധയോട് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.